നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളുടെ തടവുകാരാകരുത്. ആളുകൾ എന്ത് പറയും എന്ന ഭയം എങ്ങനെ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയും? അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. മറ്റുള്ളവർ എന്ത് പറയും എന്ന ഭയം ഇന്ന് നിങ്ങൾ അവസാനിപ്പിക്കുക. ഈ ഒരു ഭയം നിങ്ങളുടെ ജീവിതം നശിപ്പിക്കും. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഞാൻ ഇത് ചെയ്താൽ ആളുകൾ എന്ത് വിചാരിക്കും? അവർ എന്നെ ജഡ്ജ് ചെയ്യുമോ? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആളാകാൻ പറ്റുമോ? നോ പറയാൻ പറ്റുന്നില്ല. ഇതൊക്കെയാണ് നമ്മളുടെ എല്ലാവരുടെ മനസ്സിലുള്ള പോരാട്ടം, അല്ലേ? അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ സമ്മർദ്ദം, സമൂഹത്തിൻ്റെ വിമർശനം, അതുപോലെ സോഷ്യൽ മീഡിയയിലുള്ള താരതമ്യപ്പെടുത്തൽ, സുഹൃത്തുക്കളുടെ അഭിപ്രായങ്ങൾ, ബന്ധുക്കളുടെ കുറ്റപ്പെടുത്തൽ, ഇവയൊക്കെയാണ് പുറത്തു നിന്ന് നമുക്ക് കിട്ടുന്ന സമ്മർദ്ദങ്ങൾ. നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടാകാം, പക്ഷെ അത് തുടങ്ങാൻ പേടിയാണോ? കാരണം ആളുകൾ എന്ത് പറയും? ഈ ഒരു ചോദ്യം എത്രയോ സ്വപ്നങ്ങൾ കൊല്ലുന്നുണ്ട്. പലരും പരാജയപ്പെടുന്നത് കഴിവില്ലാത്തത് കൊണ്ടല്ല, മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് അടിമയാവുന്നത് കൊണ്ടാണ്. ഈ ഒരു വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ആ ഭയത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയുന്ന ചില ശക്തമായ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. എല്ലാവർക്കും അംഗീകാരം വേണമെന്ന് നമ്മൾ വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. പക്ഷെ അത് ജീവിതത്തെ നിയന്ത്രിക്കുമ്പോൾ അതും പ്രശ്നമാണ്. എന്തുകൊണ്ടാണ് ഈ ഭയം വരുന്നത്? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് ജോലിക്ക് പോകാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ആ കുട്ടിക്ക് അതിന് കഴിയുന്നില്ല. കാരണം വീട്ടിൽ നിന്നും മറ്റുള്ളവരോ, നീ ഇനിയിപ്പോൾ ജോലിക്ക് പോയിട്ട് എന്തെടുക്കാനാ, എനിക്കിവിടെ മക്കളെ നോക്കിയിരുന്നാൽ പോരെ, അങ്ങനെയുള്ള കുത്തുവാക്കുകൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിനൊരു മടുപ്പ് തോന്നും. പിന്നെ നമ്മൾ സ്വയം ചിന്തിക്കും, ഞാൻ പോയിട്ട് വല്ല കാര്യമൊന്നുമില്ല, എനിക്ക് ഈ ജോലി കിട്ടൂല. ഇങ്ങനെയുള്ളത് വരുമ്പോഴാണ് നമുക്ക് ആ മനസ്സിൽ വന്ന ആ ഒരു മറ്റുള്ളവരുടെ കുത്തുവാക്കുകളും ഇതും എപ്പോഴും നമ്മളെ ബ്രെയിനിലിട്ട് നമുക്ക് എന്നും ആ ചിന്തകൾ വരുമ്പോൾ മാനസികമായിട്ട് പിന്നീടുള്ള എല്ലാ വളർച്ചയിലും നമുക്ക് ആ ഒരു മടുപ്പ് സ്വാഭാവികമായിട്ട് വന്നു ചേരും. ബാല്യകാലം മുതൽ നമ്മുടെ മനസ്സിൽ നട്ടുവളർത്തിയ ഭയം, നമ്മളിൽ പലർക്കും ആളുകൾ എന്ത് പറയും എന്ന ഭയം ഒരു ദിവസം കൊണ്ട് വന്നതല്ല. അത് ചെറുപ്പം മുതൽ തന്നെ നമ്മുടെ മനസ്സിൽ പതിഞ്ഞതാണ്. നമ്മൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാൽ അങ്ങനെ ചെയ്യരുത്, നാണക്കേടാവും, ബന്ധുക്കൾ എന്ത് പറയും എന്നിങ്ങനെ പല വാക്കുകൾ കേട്ടാണ് നമ്മൾ വളർന്നത്. അത് പറഞ്ഞവർക്ക് നല്ല ഉദ്ദേശമായിരിക്കാം, പക്ഷേ ആ വാക്കുകൾ നമ്മുടെ മനസ്സിൽ ഒരു വിശ്വാസമായിട്ട് മാറും. പിന്നീട് വലിയവരായിട്ടും ഓരോ തീരുമാനത്തിന് മുമ്പും ആദ്യം നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ഇഷ്ടമല്ല, മറ്റുള്ളവരുടെ അഭിപ്രായമാണ്. ഒരു കുട്ടിക്ക് പാട്ട് പാടാൻ വലിയ ഇഷ്ടമായിരുന്നു എന്ന് കരുതുക. പക്ഷെ ഒരിക്കൽ ആരോ പറഞ്ഞു, നിനക്ക് ശബ്ദം അത്ര നല്ലതല്ല. ആ ഒരു വാക്ക് അവളുടെ മനസ്സിൽ പതിഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവൾ സ്റ്റേജിൽ കയറാൻ പേടിക്കും. കാരണം കഴിവില്ലാത്തത് കൊണ്ടല്ല, ഒരിക്കൽ കേട്ട ആ വിമർശനം മനസ്സിൽ ഇന്നും ജീവിക്കുന്നത് കൊണ്ടാണ്. സ്വീകരിക്കണം എന്ന ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ആ ആഗ്രഹം നമ്മുടെ ജീവിതം നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പലരും സ്വന്തം അഭിപ്രായം പറയാതെ മിണ്ടാതിരിക്കും. കാരണം ഇത് പറഞ്ഞാൽ അവർ വിഷമിക്കുമോ എന്ന് ചിന്തിക്കും. സ്വന്തം ഇഷ്ടമുള്ള ജോലി പോലും തിരഞ്ഞെടുക്കാൻ പേടിക്കും. കാരണം വീട്ടുകാർ സമ്മതിക്കുമോ, നാട്ടുകാർ എന്ത് പറയും എന്ന ഭയം. മറ്റുള്ളവരുമായി നിരന്തരം താരതമ്യം ചെയ്യുന്നത് നിർത്തുക. എന്താന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഈ പ്രശ്നം കൂടുതൽ വർദ്ധിപ്പിച്ചു വരുന്നുണ്ട്. മറ്റുള്ളവരുടെ വിജയങ്ങൾ മാത്രം കാണുമ്പോൾ നമ്മുടെ ജീവിതം വളരെ പിന്നിലാണെന്ന് തോന്നും. അവർ എന്ത് വിചാരിക്കും, ഞാൻ എങ്ങനെയാണ്, അവർ വിലയിരുത്തുമോ എന്ന ചിന്ത മനസ്സിൽ വരും. പക്ഷേ നമ്മൾ ഒരു കാര്യം മറക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ആളുകൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളാണ് കാണിക്കുന്നത്. അവരുടെ ഭയങ്ങളും പരാജയങ്ങളും കണ്ണീരും നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ താരതമ്യം കൂടുന്തോറും ആത്മവിശ്വാസം കുറയും. ആത്മവിശ്വാസം കൂടുന്തോറും മറ്റുള്ളവരുടെ അഭിപ്രായത്തെ ആശ്രയിക്കുന്നത് കൂടും. പക്ഷെ ഒരു സന്തോഷ വാർത്തയുണ്ട്. പഠിച്ച ശീലം മാറ്റാൻ കഴിയുന്നത് പോലെ ഈ ഭയവും നമുക്ക് മാറ്റാൻ കഴിയും. ആളുകൾ എന്ത് പറയും എന്ന ഭയത്തെ നമ്മുടെ ജീവിതം എങ്ങനെ നശിപ്പിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ ചെയ്യുന്നു, അത് മറ്റുള്ളവർ എന്ത് പറയും എന്ന് നോക്കി നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ നമ്മളായിട്ട് ജീവിക്കുക, നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക, മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളനുസരിച്ച് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കാതിരിക്കുക. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യുക, നാളത്തേക്ക് മാറ്റി വെക്കരുത്. അത് നല്ല ഡ്രസ്സാണെങ്കിലും, അതുപോലെ ഒരു ജോലി പ്രവേശിക്കുന്ന കാര്യങ്ങളായാലും, ഒരു ബിസിനസ് തുടങ്ങുന്ന കാര്യമായാലും, അല്ലെങ്കിൽ ഒരു നന്മ ചെയ്യുന്ന കാര്യങ്ങളായാലും നമ്മൾ മറ്റുള്ളവരുടെ ഉത്തരത്തിന് കാത്തു നിൽക്കാതെ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ്, ഷെയർ ചെയ്യുക.